മിനി, ഇന്ന് ദേശാഭിമാനിയിൽ വന്നിരിക്കുന്ന മുഖപ്രസംഗം അത് നിങ്ങളും വായിച്ചിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. 26,125 ആശമാരിൽ ഒട്ടും സ്വാധീനമില്ലാത്ത ആശമാർ നടത്തുന്ന സമരം എന്നുള്ളൊരു വാർത്ത കൂടി ഇന്നത്തെ പത്രത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾ അടിക്കടി ആവശ്യങ്ങൾ മാറ്റുന്നവരാണ് എന്നാണ് ഈ മുഖപ്രസംഗത്തിൽ പറയുന്നത്. എന്താണ് നിങ്ങൾക്ക് ഈ ഘട്ടത്തിൽ സർക്കാരിനോട് പറയാനുള്ളത്? ഒന്ന്, ഞങ്ങളിങ്ങനെ അടിക്കടി ഞങ്ങളുടെ മുദ്രാവാക്യങ്ങൾ, ഡിമാൻഡുകൾ മാറ്റുന്നവരല്ല എന്നതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. ഞങ്ങൾ ഫെബ്രുവരി 10-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരവുമായി വരുമ്പോൾ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഓണറേറിയം വർദ്ധിപ്പിക്കുക. നിലവിലത് 232 രൂപയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ദിവസ വേതനക്കണക്കിൽ നോക്കിയാൽ അത് ഈ ഗവൺമെൻറ് അവരുടെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ, പ്രഖ്യാപിച്ചിരുന്നത് പോലെ ദിവസം വേതനം 700 രൂപയാക്കുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ഡിമാൻഡ്. മറ്റൊന്ന്, വിരമിക്കുന്ന ആശമാർക്ക് ഏറ്റവും ചുരുങ്ങിയത് 5 ലക്ഷം രൂപയെങ്കിലും വിരമിക്കൽ ആനുകൂല്യമായി നൽകുക, പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ഡിമാൻഡുകളാണ്. അതോടൊപ്പം തന്നെ ഓണറേറിയത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന 10 മാനദണ്ഡങ്ങളുണ്ട്, അത് എടുത്തു മാറ്റണം, എല്ലാ മാസവും കൃത്യമായി നൽകണം. ഈ ഡിമാൻഡിനകത്ത് ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അതിനകത്ത് യാതൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, രണ്ടാമത്തെ കാര്യം, ഏതാനും ചില ആശമാർ ഉന്നയിക്കുന്ന ഒരു സമരമാണെന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ, എന്താ അങ്ങനെ ഏതാനും ചില ആശമാർക്ക് ഉന്നയിച്ചൂടെ? സംഘടനയുടെ അംഗത്വത്തിന്റെ വലിപ്പം കണ്ടിട്ടാണോ നമ്മൾ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്ത് എത്ര ശതമാനം ആളുകളാണ് ഇന്ന് ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന, അല്ലെങ്കിൽ CPM-നോ അല്ലെങ്കിൽ CPI-ക്കോ ഒക്കെ ഉണ്ടായിരിക്കുന്നത്? അപ്പോൾ ഇത് പറയുന്നത് ഒരു ന്യായമായ വാദമല്ല. ഒരിക്കലും ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം അതിനൊരു മാനദണ്ഡമായി ചൂണ്ടിക്കാട്ടിയിട്ടുന്നൊരു വിഷയമല്ല ഉന്നയിച്ചിരിക്കുന്നത്. ഞങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്ന മുദ്രാവാക്യം അതിൻ്റെ ശരി തെറ്റുകളെയാണ് അവിടെ വിശകലനം ചെയ്യേണ്ടുന്നത്. 26,125 ആശമാരെയും ബാധിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ മുദ്രാവാക്യം വെച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല, എന്തടിസ്ഥാനത്തിലാണ് ഈ കണക്കെടുത്തിരിക്കുന്നത് അറിയില്ല. ഞങ്ങൾ 32 ദിവസമായി ഈ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന ഈ സമരത്തിലൂടെ 10,000-കണക്കിന് ആളുകൾ ഇതിനോടകം ഞങ്ങളുടെ സമരപ്പന്തലിൽ വന്ന് വിവിധ പരിപാടികളിൽ പങ്കെടുത്ത്, അത് വലിയ മഹാസംഗമം അടക്കം നിയമസഭാ മാർച്ചടക്കമുള്ള പരിപാടികൾ പങ്കെടുത്ത് പോയിട്ടുണ്ട്. ഇനി ഈ വരുന്ന ആശമാർ എങ്ങനെയാണ് വരുന്നതെന്ന് കൂടെ അറിയണ്ടേ? അത് ഈ സമൂഹം അറിയണ്ടേ? ഈ ഓരോ ആശയും കേരളത്തിലെ 26,145 ആശയും CPM-ന്റെ, CIT-ന്റെ CCTV-യിലൂടെയാണ് കടന്നു വരുന്നത്. ഒരാൾക്ക് പോലും അവിടെ സ്വതന്ത്രമായി വരാൻ പറ്റാത്തവണ്ണം വലിയ ബന്ധനങ്ങൾ തീർത്തിരിക്കുകയാണ്. അത് ഔദ്യോഗികവും അനൗദ്യോഗികമായ കണക്കെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാണ് സമരപ്പന്തലിൽ വരുന്നതെന്ന് റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. അവരെ തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ ജോലി തെറിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ബദൽ ഉത്തരവിറക്കുകയാണ്. ഇതൊക്കെ ചെയ്തിട്ടും അതിനെയൊക്കെ അതിജീവിച്ചാണ് വരുന്നത്. ഒരുപക്ഷെ കേരളം കണ്ടിട്ടില്ലാത്തതിൽ വെച്ചൊരു സഹന സമരമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് എണ്ണം എടുക്കുക എന്ന് പറഞ്ഞാൽ അത് സഹതപിക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഇത് മറ്റൊരു കാര്യം, ഇങ്ങനെ എത്ര ന്യൂനപക്ഷമാണെന്നിരിക്കട്ടെ, പക്ഷേ ഈ സമരം ഇന്ന് രാജ്യത്തിൻ്റെ മുഴുവനൊരു പൊതുവിഷയമായി മാറിയിരിക്കുന്നു. പാർലമെന്റിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നു. പാർലമെന്റ് ഇരുസഭകളും ചർച്ച ചെയ്യപ്പെടാൻ നിർബന്ധിതമായിരിക്കുന്നു. അങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടതിലൂടെ വേതന വർധനവ് നടത്തേണ്ടതാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് പ്രഖ്യാപിക്കേണ്ടി വരികയാണ്. അത് നിസ്സാരപ്പെട്ട കാര്യമാണ്. അതൊരു സൂചനയായി മിനി വന്നിട്ടുള്ള ഒരു സൂചനയായി മാത്രമാണ് വന്നിട്ടുള്ളത്. മിനി, ഇപ്പോൾ നിങ്ങളുടെ സമരത്തെ പറ്റി പ്രധാനമായും ആരോപണം ഉന്നയിക്കുമ്പോൾ CPM ആവർത്തിച്ചു പറയുന്നത് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പരാതിയില്ലാത്തത് എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ നിങ്ങളുടെ വേതന വ്യവസ്ഥ മാറ്റണമെങ്കിൽ നിങ്ങളെ തൊഴിലാളികളായി അംഗീകരിക്കണമല്ലോ, അത് ചെയ്യേണ്ടത് കേന്ദ്രമാണല്ലോ. അപ്പോൾ അടിസ്ഥാനപരമായ ആ ആവശ്യം നിങ്ങൾ ഉന്നയിക്കുന്നേ ഇല്ല, നിങ്ങൾ ഓണറേറിയത്തിൽ മാത്രം നിൽക്കുന്നു. അപ്പോൾ അതിൽ ഒരു ദുഷ്ടലാക്കുണ്ട് എന്ന് അവർ പറയുമ്പോൾ അതിന് മറുപടിയുണ്ടോ? അത് അവർ പറഞ്ഞോട്ടെ, അത് അവരുടെ ദുഷ്ടലാക്കാണ് കാണുന്നത്. 32 ദിവസമായിട്ട് ഈ പൊരിവെയിലും ഈ പെരുമഴയത്തും ഇരിക്കുന്ന ആശാവർക്കർമാരെ കാണുന്ന പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, കേന്ദ്ര ഗവൺമെന്റിന് അങ്ങനെ ഒരു പരാമർശമെങ്കിലും നടത്തേണ്ടി വന്നത് ഇന്ത്യയിലെ മുഴുവൻ 10 ലക്ഷത്തോളം വരുന്ന ആശാവർക്കർമാർക്ക് ഗുണകരമായി ഭവിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇനി 2, ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡ് എന്താണ്? ഓണറേറിയം നൽകുന്നത് സംസ്ഥാന സർക്കാരാണ് ആശമാരുടെ വർക്ക് പ്ലാൻ ചെയ്യുന്നത്, അവരുടെ സമയം നിശ്ചയിക്കുന്നത്, അവർക്ക് വിരമിക്കൽ പ്രായം നിശ്ചയിച്ചിരിക്കുന്നത്, അവരെ പിരിച്ചുവിടാനുള്ള അധികാരമുള്ളത് തുടങ്ങി എല്ലാ കാര്യവും ഈ സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പിന് വേണ്ടി, സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം എങ്ങനെയാണ് കേന്ദ്രത്തോട് മല്ലിടേണ്ടുന്നത്? ഞങ്ങൾക്ക് കേന്ദ്രത്തിൻ്റെ വിഷയത്തിലുണ്ട്, ഞങ്ങൾക്ക് സുവ്യക്തമായ നിലപാടുണ്ട്. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ഈ സംഘടന രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഞങ്ങൾ 2 തവണ പാർലമെന്റ് മാർച്ച് നടത്തിയിട്ടുണ്ട്.
ഞങ്ങൾ 2019 കോവിഡിന് മുമ്പ് നടത്തിയ പാർലമെന്റ് മാർച്ചിനെ തുടർന്നാണ് ഇന്ന് കേന്ദ്രം തരുന്ന 2000 രൂപ എന്ന് പറഞ്ഞ ഫിക്സഡ് ഇൻസെന്റീവ് പ്രഖ്യാപിക്കപ്പെട്ടത്. അത് ഞങ്ങളുടെ പ്രക്ഷോഭത്തിന്റെ ഫലമാണ്. പക്ഷെ എന്ന് വിചാരിച്ച് ഈ തുച്ഛമായ 232 രൂപ ഓണറേറിയത്തിന് അതും ഓർക്കണം 3-4 മാസം കൂടുമ്പോൾ സമരം ചെയ്താൽ മാത്രം കുടിശ്ശിക തരുന്ന ഒരു ഗവൺമെന്റിന്റെ മുന്നിൽ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ അല്ല സമരം ചെയ്യണം, നിങ്ങൾ കേന്ദ്രത്തിലാണെന്ന് പറയുന്നത് എത്ര ധാർഷ്ട്യമാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് CITU മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി 26,000 രൂപ 32,000 രൂപ വേണമെന്നൊക്കെ ആവശ്യപ്പെട്ട് സമരം ചെയ്തത്? 4 ദിവസം മുമ്പല്ലേ ഒറീസയിൽ സമരം ചെയ്തത്? അവരെന്തിനാണ് അപ്പോൾ ഒറീസ സംസ്ഥാന ഗവൺമെന്റിന് മുന്നിൽ ചെയ്തത്? അപ്പൊ ഇത് മുട്ടാപ്പോക്ക് ന്യായമാണ് പറയുന്നത്. ഇതൊന്നും കൊണ്ട് ഇരുട്ടുകൊണ്ടൊന്നും ഓട്ടയടയ്ക്കാൻ പറ്റില്ല. ഞങ്ങൾ വളരെ വ്യക്തമായ നിലപാടുണ്ട്. ഇനി സമരസമിതി ഈ സമരം വിജയിച്ചു കഴിയുമ്പോൾ തീരുമാനിക്കും കേന്ദ്ര ഗവൺമെന്റിന് മുന്നിൽ സമരം ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ പോയി സമരം ചെയ്യും. അതിനെന്താണ്, അത് സമരസമിതിക്ക് വിട്ടുകൊടുക്കും. നിങ്ങൾ സമരസമിതിയുടെ ബാക്കി കാര്യങ്ങൾ എന്തിനാണ് ചർച്ച ചെയ്യുന്നത്? ഞങ്ങൾക്ക് വളരെ വളരെ കേന്ദ്രത്തിലാണ് സമരമെങ്കിൽ ആരോഗ്യമന്ത്രിയും കൂടെയുണ്ട് എന്നൊരു ഉറപ്പും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടല്ലോ മിനി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.